എന്തൊക്കെയായിരിക്കുന്നതെന്നറിയോ? ഞാൻ പറിക്കുന്ന കണ്ടല്ലേ എല്ലാവരും. തുളസി ഇല, പനിക്കൂർക്കല, ആര്യവേപ്പിൻ്റെ ഇല, കയ്യഞ്ഞ ഇല, പേരയില, മുരിങ്ങയില, ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി കുറച്ച് കറ്റാർ വാഴയും കൂടെ എടുക്കട്ടെ, മറന്നുപോയേ. ഇനി ഇത്രയും പയർ കിട്ടി കേട്ടോ. ഒരാഴ്ചയായി പറിച്ച്. മഴയായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലെന്നേ. ഞാൻ വിത്തിട്ടില്ലേ 2 ആഴ്ച മുമ്പ്, അതും അങ്ങോട്ട് ചില കാര്യങ്ങളൊക്കെ കിളുത്തുള്ളൂ. ബാക്കിയൊക്കെ അവിടെ ചീര പോലെ നിൽക്കുക. നല്ല വെയിൽ വേണം, അല്ലാതെ പറ്റത്തില്ല. എനിവേ നമുക്കിനിയിപ്പം രാവിലെ കറ്റാർ വാഴയും കൂടെ ശകലം എടുത്തിട്ട് മൊത്തം ഈ ഇലകളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അരയ്ക്കുക. കറ്റാർ വാഴ ജെല്ല് അതിനകത്തുനിന്ന് വടിച്ചെടുത്തിട്ട് അതുകൂടെ കൂട്ടി ഒന്നുകൂടെ അരച്ചിട്ട് തലയിൽ തേച്ച് നിൽക്കുക. എൻ്റെ മുഖത്തിൻ്റേതും ഇപ്പോൾ കാണിക്കാം. രാവിലെ ആരൻ 7:45 പോയി കേട്ടോ. അപ്പം പിന്നെയുള്ള പണികളൊക്കെയായി കാണിച്ചത്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇന്നങ്ങ് ടിപ്സൊക്കെ ചെയ്യാം. കാരണം വീഡിയോ എല്ലാം രാത്രി പാതിരായ്ക്ക് ഇടുന്നതുകൊണ്ട് ആരും കാണുന്നില്ല, അറിയുന്നില്ല. അത് പറ്റത്തില്ലല്ലോ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും വീഡിയോ കാണല്ലേ പ്ലീസ്. പിന്നെ നല്ല നല്ല ടിപ്സുകളൊക്കെ അല്ലേ, അപ്പോൾ ആരും അവഗണിച്ച് കളയല്ലേ. അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും രക്ഷപ്പെടട്ടെ അല്ലേ. മുടിയും മുഖമൊക്കെ, അതായത് ഉള്ള മുടി നമുക്ക് പോകാതിരിക്കുമ്പോൾ തന്നെ മുടി നല്ല സ്ട്രോങ്ങും ആകുമ്പോൾ ഡാമേജും ഇല്ലാതാകുമ്പോൾ നന്നായിട്ട് കിളുത്തോളും അല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രായത്തിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് മുടിയുള്ളത് തലയിൽ പോകാതിരുന്ന് കഴിഞ്ഞാൽ അത്രയായില്ലേ. അല്ലാതെ ഇനിയിപ്പം ഞാൻ ഈ ടിപ്സൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഞാൻ ചലഞ്ച് വീഡിയോ തുടങ്ങിയതല്ലേ ഉള്ളൂ. 1 മാസമല്ലേ ആയുള്ളൂ. അപ്പം അത്രയും 1 മാസം കൊണ്ട് മുടിയുടെ ഡാമേജ് പോയി എന്ന് പറയുമ്പോൾ, മുടി പൊഴിയുന്നില്ല, താരം പോയി എന്ന് പറയുമ്പം അത് തന്നെ ഒരു നല്ലൊരു എന്താ പറയുന്നത് കാര്യമല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി ഇനിയിപ്പോൾ മുടി നീളം വെക്കുക, വണ്ണം വെക്കുക. നീളം വെച്ചു കേട്ടോ, നല്ലതായിട്ട് നീളം വെക്കുന്നുണ്ട്. മുടിയുടെ ഉള്ളും പൊഴിയുന്നില്ലാത്ത കാരണം ഉള്ളും അതുപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി അതിനി നല്ലതായിട്ട് വന്നോളും. അപ്പോൾ നമുക്ക് ടിപ്സുകളൊക്കെ അവഗണിക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നാടൻ നാച്ചുറൽ ടിപ്സ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം, എൻ്റെ വീടിൻ്റെ മുറ്റത്തുനിന്ന് തന്നെയല്ലേ ഇതെല്ലാം. ഞാൻ എങ്ങും തെണ്ടി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം നമ്മുടെ വീട്ടിൽ ദൈവം സഹായിച്ചുകൊണ്ട്. അതുപോലെ നിങ്ങളും വീടുകളിൽ ഇതെല്ലാം വെച്ച് പിടിപ്പിക്കണം കേട്ടോ. പറമ്പിൻ്റെ ഇറയത്ത് ഇങ്ങനെ അറ്റത്ത് കോർണറിലായിട്ടിങ്ങനെ വെച്ചാൽ മതിയല്ലോ എല്ലാം, വെയിലുള്ളിടത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. രാവിലെ കോഴിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഗപ്പിക്ക് തീറ്റ കൊടുത്തു. ഇനി അകത്തിരിക്കുന്ന നമ്മുടെ തിണ്ണ വെച്ചിരിക്കുന്ന ഫിഷ് ടാങ്കിലെ ഫിഷുകൾക്ക് മീൻ തീറ്റയും കൂടെ കൊടുത്താൽ ഇനി അടുക്കളയിലോട്ട് പോകാം. അടുക്കളയിലോട്ട് പോയി ഇഡലി ഉണ്ടാക്കുക, ചമ്മന്തി ഉണ്ടാക്കുക, കഴിക്കുക. എന്നിട്ട് പിന്നെ ചോറ് വെക്കുക. കറിയൊന്നും വെക്കണ്ട, എല്ലാം ഇരിപ്പുണ്ട്. അമ്മ തന്ന അവിയലുണ്ട്, ഞാൻ വെച്ച കാത്തോരനുണ്ട്, കായയുടെ തൊലിയും പയറും വെച്ചതുകൊണ്ട്, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. പച്ചമോരൂടെ കലക്കിയാൽ മതി. പിന്നെ അച്ചാറൊക്കെ ഞാനിട്ട്, വെളുത്തുള്ളി അച്ചാറും മാങ്ങാക്കറിയും കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. രാവിലെ മുഖത്തും കാലയിലും കയ്യിലും ഇച്ചിരി എണ്ണ തൂക്കും. മൊരുമൊരുപ്പൊക്കെ പോയി രാവിലത്തെ കുളിക്ക് മുമ്പായിട്ട് എണ്ണയൊക്കെ തേച്ച് പിടിച്ച് നിൽക്കുവാണെങ്കിൽ സോഫ്റ്റായിട്ട് കാലും കൈയും മുഖമൊക്കെ ഇരുന്നോളൂ. എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ കാലയിലും കയ്യിലും മുഖത്തും അങ്ങ് എല്ലാ ദിവസവും തേച്ചോണം. അപ്പോൾ കുളിക്കാൻ നേരം വരെ അതവിടെ ഇങ്ങനെ മര്യാദയ്ക്ക് ഇരുന്നിട്ട് നമ്മളുടെ ദേഹമൊക്കെ മൊരുമൊരുപ്പൊക്കെ മാറി വൃത്തിയായിട്ടിരുന്നോളും. നമ്മുടെ മുഖത്ത് തേക്കാനുള്ള ടിപ്പ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. വേണ്ട, ഒരു ശകലം കറ്റാർ വാഴ ജെല്ല് നമ്മളിത് ഇതിനകത്തുനിന്ന് വടിച്ചെടുത്ത കേട്ടോ, കുറച്ച് മതി. ബാക്കി തലയിൽ തേക്കാൻ അരയ്ക്കണം. കുറച്ച് ജെല്ല്, ഒരു മുട്ടയുടെ വെള്ള, ഒരു വൈറ്റമിൻ ഇ ഓയില് ക്യാപ്സൂൾ, പിന്നെ മുൾത്താണി മിട്ടി. ഈ 4 ഐറ്റമാണ്. നമ്മളിത് 4 മിക്സിയിലിട്ട് അടിക്കും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറ്റാർ വാഴയും
മുട്ടയുടെ വെള്ളയും വൈറ്റമിൻ ഇ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി അല്പം മുൾത്താണി മുട്ടിയും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതാ നല്ല വൃത്തിക്ക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുൾത്താണി മുട്ടി എന്ത് നല്ല സാധനമാണെന്നറിയോ. ഇനിയിപ്പോൾ ഇതങ്ങ് തേച്ചിട്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ നല്ലതായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. ഓക്കെ, തേക്കട്ടെ. അപ്പോൾ ദാ മുഖമൊക്കെ കഴുകി തുടച്ച് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പായ്ക്കാൻ ഇട്ട് കൊടുക്കാം. ഈ മുൾത്താണി മിട്ടിയില്ലേ, നമ്മുടെ മുൾത്താണി മിട്ടി നമ്മളുടെ യുവത്വം നിലനിർത്താൻ നല്ലതാണ്. മുട്ടയുടെ വെള്ളയുള്ളതുകൊണ്ട് എളുപ്പം ഉണങ്ങും. അപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ള ചുളിവുകൾ മാറാൻ നല്ലതാണ്. അതുപോലെ മുൾത്താണി മുട്ടിയും നമുക്ക് ചുളിവൊക്കെ മാറി യുവത്വം നിലനിർത്താൻ നല്ലതാണ്. തേച്ച് ബാക്കിയുണ്ട് ശകലം, നമുക്ക് കാലത്തേക്കാം. അരച്ചുകൊണ്ട് വരട്ടെ, തലത്തേക്കാം. അരമണിക്കൂറായി കഴുകിക്കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് തുടച്ചെടുക്കാം. ഫ്രഷായി. തലത്തേക്കാനുള്ള അരയ്ക്കാൻ ചെന്നപ്പോൾ കറണ്ടില്ല. കറണ്ട് തന്നെ ഇന്നിപ്പം രാവിലെ ഇങ്ങനെ പോയെന്നറിയത്തില്ല. പത്രം നോക്കിയിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. എനിവേ കറണ്ട് വരട്ടെ. മിക്സി ഇങ്ങനെ ഓണാക്കി ഞാൻ വെച്ചിരിക്കുക. കറണ്ട് വരുമ്പോൾ നമുക്ക് തലയിലോട്ട് അത് അരച്ചിടാം. ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം നാച്ചുറൽ ഡൈ ചെയ്തിട്ട് ഒറ്റ നരയില്ലാതെ അടുപ്പിച്ച് കാണിക്കാം. ഒറ്റ നരയില്ലാതെ നല്ല മുടി മുഴുവൻ ബ്രൗൺ കളറായിരിക്കുന്നത്. നല്ല സൂപ്പറല്ലേ. നമ്മൾ ഈ നീലേമരി തേക്കുമ്പം നല്ല ഡാർക്ക് ബ്രൗൺ ആവും. നമ്മൾ ഹെന്നായും പിന്നെ രണ്ടാമത്തെ ദിവസം നീലേമരിയല്ലേ, ആ വീഡിയോ ഒക്കെ പോയി കാണണം കേട്ടോ. വ്യാഴവും വെള്ളിയും ശനിയും ഇട്ട വീഡിയോസ് കാണാൻ. ഇന്നലെ അങ്ങ് ക്ഷീണമായിരുന്നു, കൊണ്ട് വീഡിയോ ഒന്നും ഇട്ടില്ല. പിന്നെ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോൾ ഏതാണ്ട് 6:15. അയ്യോ, ആരൻ പിന്നെ ഉറങ്ങുന്ന പരിപാടിയില്ല. അതുകൊണ്ട് ആരൻ 5 മണിക്ക് ഡിവോഷണൽ സോങ് വെക്കുന്ന അതൊക്കെ വെച്ചു. ആരൻ കുളിയൊക്കെ കഴിഞ്ഞ് മുട്ട ബുൾസൈയൊക്കെ ഉണ്ടാക്കി ബണ്ണും ഒക്കെ കഴിച്ചു. പിന്നെ എനിക്ക് കട്ടൻ ചായയൊക്കെ ഇട്ട് വെച്ചു. ഞാൻ എന്നിട്ട് എന്തോ ഒരൊച്ച, ആരൻ വയലിൻ പ്രാക്ടീസ് ചെയ്യുന്നതും പിന്നെ ഡിവോഷണൽ സോങ് വെച്ചപ്പോഴത്തേക്കിനും ഞാൻ അത് തന്നെ ഡിവോഷണൽ സോങ് കഴിഞ്ഞിട്ടാണ് വയലിൻ പ്രാക്ടീസ് ചെയ്തത്. അപ്പം ഡിവോഷണൽ സോങ് വെച്ചപ്പോൾ ഒച്ചത്തി വെച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ചെട്ടി എഴുന്നേറ്റ്. കുറച്ച് നേരത്തേക്കൊരു ഇതില്ലായിരുന്നു, കിറുങ്ങി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഉറക്കം. എന്നിട്ട് എന്തായാലും പിന്നെ ഞാനും എഴുന്നേറ്റ് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ മേലും കഴുകിയിട്ട് വന്നിരുന്ന് സന്ധ്യപ്രാർത്ഥന ഇന്നലെ 6:30 കഴിഞ്ഞു. അത് കാരണം ഇന്നലെ അല്ലെ 6 മണിക്ക് ഇരിക്കുന്നതല്ല, ബോധമില്ലാതെ അങ്ങ് ഉറങ്ങിപ്പോയി. 3:30 കഴിഞ്ഞപ്പോഴാണ് കിടന്നത്. അതാ. അപ്പോൾ ഇനി കറണ്ട് വന്നിട്ട് അത് തലയരച്ചിടാം. അപ്പോൾ ഞാനിനി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി കഴിച്ച് ഇഡലി വെച്ചിരിക്കുന്നു. ഇനിയിപ്പം ചമ്മന്തിയും കൂടെ കൂട്ടിയും കഴിച്ചാൽ മതി. പിന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ ചോറും ഇടാൻ പോവാം. ഉച്ചയ്ക്ക് വേറെ പരിപാടിയൊന്നുമില്ല. എന്നാൽ പിന്നെ ഞാനത് അരച്ച് സമയമുണ്ടെങ്കിൽ ഇനി കാണിക്കാം. അല്ല ഇച്ചിരി കഴിയുമ്പോൾ വീഡിയോ വൈൻഡപ്പ് ആക്കും. കറണ്ട് വന്നെങ്കിലല്ലേ അരച്ചിടാൻ പറ്റുള്ളൂ. അപ്പം കറണ്ട് വന്നില്ലെങ്കിൽ ഞാൻ അത് അരയ്ക്കുന്നത് എന്നാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത് അരച്ചിട്ട് 1 മണിക്കൂർ തലയിലിരുന്നിട്ട് കഴുകിക്കളയും, കുളിക്കും. അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. കറണ്ട് വന്നാൽ കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളേ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണല്ലേ. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. കണ്ടോ എൻ്റെ മുഖം. മുൾത്താണിമുട്ടി നമുക്ക് യുവത്വം നിലനിർത്തുന്നതാണ്. മുൾത്താണിമുട്ടിയും പിന്നെ മുട്ടയുടെ വെള്ള നമ്മുടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സ്കിന്നാണെങ്കിൽ അതെല്ലാം നല്ല ടൈറ്റായിക്കോളും. പിന്നെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ബാക്കി ഉണ്ടായിരുന്നത് കാലയിലും കയ്യിലും തേച്ചു. അത് കഴുകി കളഞ്ഞില്ല. ഇച്ചിരി നേരം ഇരിക്കട്ടെ, നല്ല ഉണങ്ങട്ടെ.
അപ്പോൾ നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവരും കാണണം വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.